എനിക്ക് ബിസ്ക്കറ്റ് താ. ആ 2 പഴം. കണ്ണു കാണാതെ പാവത്തിനോടെ ഇങ്ങനെ ചെയ്യാം. ബിജുവല്ലേ കഴിഞ്ഞോണ്ട് വരുന്നു? എന്തുപറ്റി? എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. അറിയില്ല. എവിടെ വെച്ച്? പെട്ടിക്കട. ഏതോടാ എന്നെ പോലെ ഷർട്ട് വെച്ച് വിളിച്ചത്? അവനോട് ഒന്ന് വേഗം കേട്ടടി. വേഗം കേട്ടേ.
മദ്രാസ് പോകണം. അതിന്റെ നീ കൂടെ പിടിക്കില്ലടാ. കൂടെ പിടിച്ച് ഞാൻ വേറെ പിടിച്ചോളാം. പോയാലോ എനിക്ക് കൂടെ. മതിയോ മോനെ? മതി ഡാഡി. ആ നിന്റെ ഹസ്ബൻഡ് ഈ തല്ലുവടിയൊക്കെ നിർത്തിയപ്പോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാനാ മഞ്ജു? എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡൌണില് പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി, ചില്ലറ അടിയൊന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തു പോകുന്ന തരത്തിലുള്ള അടി. ഓ ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയാവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം. സത്യമല്ലെങ്കിൽ എന്റെ ഈ 2 കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീറ്ററിന് മദ്രാസിന് പോകാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെറ്റിംഗ് കയറി ഏറ്റേക്കും. പാവം ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ബിജു ഉണ്ടല്ലോ, അവനും തന്ത തല്ലുകൂടുന്ന കണ്ട് അവിടെ രസിച്ചോണ്ടിരിക്കുക. ഇനി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ. മഞ്ജു, ഇന്ന് ഗംഭീരമായൊരു സംഭവം ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ജയന്റെ ശരീരത്തിനൊരു ഇത് കിട്ടി. എന്റെ മദ്രാസ് പോക്ക് ഉറക്കമില്ലായി അല്ലേ? നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ? മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ ഡാഡി പറഞ്ഞതാണ് സത്യം. എന്ത് സത്യം? ഞാൻ ഇറങ്ങി പോകുന്നത് ഒരു കൂലിത്തല്ലുകാരന്റെ കൂടെയാണെന്ന്. മഞ്ജു, ഇന്നത്തെ സംഭവം അങ്ങനെയല്ല. മമ്മി ഡാഡിനെ തല്ലി. നീ എപ്പോഴും ഡാഡിക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ. നിർത്തടി. നിനക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ നീ കാണിക്കുന്നത്? മമ്മി മമ്മി ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. മമ്മി ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കണം. എന്താ നീ കാണിക്കുന്നത്? എന്റെ മോനെ തല്ലിയെ നോക്കിക്കൊണ്ടിരിക്കണോ? ഇറങ്ങടി, ഇറങ്ങ. ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനി എനിക്കിവിടെ ജീവിക്കാനാവില്ല. ഇത് നരകമാണ്, നരകം. ഇറങ്ങടി, ഇറങ്ങ. പെണ്ണേ, വീട്ടിലെ പെണ്ണേ. ആരാണ് ജയൻ? ഞാനാണ്. പീറ്റർ? ഞാനാണ്. കയറ് വണ്ടിയിൽ. എന്താ കാര്യം? അതെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ? ഒരു ഭാര്യയ്ക്ക് അഭിമാനിക്കാൻ ഇനി എന്ത് വേണം? എന്റെ ഡാഡിനെ കൊണ്ടുപോകരുത്. എന്റെ ഡാഡി. മമ്മി മമ്മി ഡാഡി മമ്മി നിൽക്കൂ മമ്മി. മമ്മി നിൽക്കൂ മമ്മി. മമ്മി ഡാഡി ഡാഡി പീറ്റർ മമ്മി ഡാഡി. മമ്മി നിൽക്കൂ മമ്മി. പോലെ മമ്മി. അന്തോണി ചേട്ടാ. ഇവിടെ ഇരിക്കാൻ പറയാം. എന്നാ ഞാൻ പോയിട്ട് വരാം. മോള് വന്നല്ലോ. ഡാഡി, ഞാൻ തിരിച്ചു വന്നു. ആ, അവൾക്ക് ആഹാരം വല്ലതും കൊടുക്ക. ഈ പെട്ടിയെടുത്ത് വെക്കാൻ പറയാനോ? മോളെ, ഡാഡിക്ക് ഒന്ന് പുറത്തു പോകാം. ഡാഡി, ഞാൻ അവൾക്ക് നല്ല വിഭവം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പോയിട്ട് വരാം. ഡാഡി, ഡാഡിക്ക് അല്പം തിടുക്കമുണ്ട് മോളെ. ഡാഡി, ഞങ്ങൾ തമ്മിൽ യു ടേക്ക് റെസ്റ്റ്. ഓക്കെ, ബൈ. മോളെ, മോള് വിശ്രമിക്കേ, ഞാൻ ഇപ്പൊ വരാം.
എന്താ? ഈ കുട്ടിക്ക് ഇവന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. കാണിച്ചു കൊടുക്ക്. കരയരുത്, കരയരുത്, കരയരുത് മോനെ, കരയരുത്, കരയരുത്. മോൻ പൊയ്ക്കോ, ഡാഡി പിന്നെ വരാം. മോനെ മോനെ പറഞ്ഞു മോൻ സ്റ്റെല്ല ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോ. കരയരുത്, മോൻ പൊയ്ക്കോ, ഡാഡി പിന്നെ വരാം. പൊയ്ക്കോ. ഡാഡി പിന്നെ വരാം. എന്റെ ഡാഡി എന്റെ കൂടെ വിടുവോ? കുട്ടിയെ ഒരു കാര്യം ചെയ്യും, അകത്തൊരു സാറിപ്പുണ്ട്, അദ്ദേഹത്തോട് എന്ന് പറ. എന്താ മോനെ? അങ്കിൾ, എന്റെ ഡാഡി എന്റെ കൂടെ പറഞ്ഞേക്കോ? എന്റെ ഡാഡി പോവുമോ? ഇത് കണ്ടോ അങ്കിൾ, ആ ലോറിക്കാരൻ എന്നെ പൊള്ളിച്ചത്? ഇത് കണ്ടപ്പോ ഡാഡിക്ക് ദേഷ്യം വന്നു. എനിക്ക് നൊന്തത് കൊണ്ടാ ഡാഡി അയാളെ തല്ലിയത്. എന്റെ ഡാഡി വിട്ടുതരോ അങ്കിൾ? അത് മോനെ, ഡാഡി ഉടനെ വിടാൻ നിവൃത്തിയില്ല. മോനിപ്പൊ പോയിക്കോളൂ. ഡാഡി പോലീസുകാർ തല്ലും. ഏയ് അതൊന്നുമില്ല, അതെല്ലാം ഈ അങ്കിൾ നോക്കിക്കൊള്ളാം. ഡാഡി ഇല്ല ഞാൻ പോവൂല. പറഞ്ഞത് കേൾക്കും മോനെ, മോന്റെ ഡാഡി എവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് മുൻപേ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ വരണം, ജാമ്യത്തിലെടുക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മോൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോനിപ്പോ പോയിക്കോ, പോയിക്കോ. ആര് വരാനാ? എനിക്ക് ആരും ഇല്ല. മോൻ പോയിക്കോ, അതെല്ലാം ഈ പോലീസ് അംഗങ്ങൾ നോക്കിക്കോളാം. പോയിക്കോ. മമ്മി, 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 മമ്മി. എന്ത് വേണം? മമ്മി, ഡാഡി പോലീസുകാർ വിട്ടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പറയില്ല മമ്മി. മമ്മി വന്ന് പറഞ്ഞ ഡാഡി വിടും. വാ മമ്മി, നമുക്ക് ഡാഡിയും കൂട്ടി വീട്ടിൽ പോവാം. ഞാൻ നിന്റെ മമ്മിയല്ല. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുമില്ല. പോടുന്ന്. മമ്മി, പോകാനല്ലേ പറഞ്ഞത്? മമ്മി. ഞാനിത് കേസാക്കുന്നില്ല. ആ ഡ്രൈവറുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താകുമായിരുന്നു? നിന്റെ മകന്റെ കണ്ണുനീരാണ് നിങ്ങളെ വിട്ടയക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനിയെങ്കിലും നിയന്ത്രണം വിട്ട് പെരുമാറരുത്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി സാർ. ഒരു നല്ല റെസൽഡറായി പേരെടുത്ത ആളാണ് നീ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത് നിന്റെ കാരിയറിനെയാണ് ബാധിക്കുന്നത്, ആ കുഞ്ഞിന്റെ ഭാവിയെ. ഞാൻ ആവർത്തിക്കില്ല. ശരി, പോയിക്കോളൂ. പീറ്റർ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം. ഞാൻ വിളിച്ചാൽ ഉടനെ ഇവിടെ വരണം. സാർ, എനിക്ക് മദ്രാസിൽ അലിന്റെ കൂടി ഒരു ജോലി കിട്ടിയിട്ടുണ്ട് സാർ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഇന്ന് തന്നെ പോവാണ് സാർ. പോയിക്കോ.
വിട്ടോ? വിട്ടു. മോൻ വന്നല്ലേ ഡാഡിയെ വെടിയിപ്പിച്ചത്. മമ്മി ചെന്ന് വിളിച്ചതാ, വന്നില്ല. മോന് ഡാഡി ഇല്ലേ? ഡാഡിക്ക് മോനില്ലേ? ഡാഡി